അഞ്ചാമത്തെ ചോദ്യം ഡിസ്കസ് ചെയ്യാം. യു മീറ്റർ പെർ സെക്കൻഡ് എന്ന വേഗത്തിൽ തുടങ്ങി ഓരോ സെക്കൻഡിലും എ മീറ്റർ പെർ സെക്കൻഡ് എന്ന നിരക്കിൽ വേഗം കൂടി നേർവരയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു ഇങ്ങനെ ടി സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. ഒരു വസ്തു 2 സെക്കൻഡിൽ 10 മീറ്ററും 4 സെക്കൻഡിൽ 28 മീറ്ററും സഞ്ചരിക്കുന്നു. യാത്രയുടെ തുടക്കത്തിൽ വേഗം എന്തായിരുന്നു? ഓരോ സെക്കൻഡിലും വേഗം കൂടുന്നതിൻ്റെ നിരക്ക് എന്താണ്? അപ്പോൾ 2 ആൻസറാണ്. നമുക്ക് യാത്രയുടെ തുടക്കത്തിലുണ്ടായിരുന്ന വേഗത അറിയണം. ഓരോ സെക്കൻഡിലും എത്രമാത്രം വേഗം കൂടുന്നുണ്ട്, വേഗം കൂടുന്നതിൻ്റെ നിരക്ക് എന്താണെന്നാണ് ചോദ്യം. അപ്പം ഇവിടെ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട് യു മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ തുടങ്ങി. അപ്പോൾ തുടക്ക വേഗം എന്ന് പറയുന്നത് എന്താണ്? യു. ഇപ്പോൾ യു എന്താണെന്ന്, യാത്രയുടെ തുടക്കത്തിൽ വേഗം എന്തായിരുന്നു? അപ്പോൾ യു മീറ്റർ പെർ സെക്കൻഡ് എന്ന വേഗത്തിലാണ് തുടങ്ങുന്നത്. അപ്പോൾ യു എന്താണെന്ന് നമുക്കറിയണം. ഓരോ സെക്കൻഡിലും എ മീറ്റർ സെക്കൻഡ് എന്ന നിരക്കിൽ വേഗം കൂടി. അപ്പോൾ ഓരോ സെക്കൻഡിലും വേഗം കൂടുന്നതിൻ്റെ നിരക്കെന്ന് പറയുന്നത് എത്രയാണ്? എ. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ഈ ചോദ്യത്തിൽ കണ്ടെത്തേണ്ടത് യുവും എയുമാണ്. ഇനി അവരൊരു റിലേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ടി സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. നിങ്ങൾ ഫിസിക്സിനകത്ത് പഠിച്ചിട്ടുണ്ടല്ലേ? അതായത് എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള ഇക്വേഷനാണ് ഇത് കേട്ടോ. സെയിം ആ ഇക്വേഷനാണ് ഇതിനകത്ത്. ഇവിടെ എസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡിസ്റ്റൻസ് ട്രാവൽഡ് ആണ്, ദൂരം അല്ലേ? ഡിസ്റ്റൻസ് ട്രാവൽഡ് ആണ് ദൂരം എന്ന് പറയുന്നത്. അതിൽ യു എന്ന് പറയുന്നത് എന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി, അതായത് സ്റ്റാർട്ടിങ് ടൈമിലുണ്ടായിരിക്കുന്ന വേഗത, ഇനീഷ്യൽ വെലോസിറ്റിയാണ്. എ എന്ന് പറയുന്നത് നമ്മൾ ആക്സിലറേഷൻ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ദെൻ ടി എന്ന് പറയുന്നത് ടൈമാണ്. അപ്പം ഈ ചോദ്യത്തിലേക്ക് നമുക്ക് കടന്നാൽ ഒരു വസ്തു 2 സെക്കൻഡിൽ എത്ര ദൂരം പോകുന്ന പറഞ്ഞിരിക്കുന്നത് 10 മീറ്റർ. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ 10 മീറ്ററാണ്. അപ്പോൾ ദൂരം യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയറിനകത്ത് 10 ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ എഴുതി തുടങ്ങാം. നമുക്കൊന്ന് ക്വസ്റ്റിനിലേക്ക് കിടക്കാമേ, ഞാൻ എഴുതി ചെയ്ത് കാണിക്കാം. ഈ യാത്രയുടെ തുടക്കത്തിലുള്ള വേഗതയെ നമുക്ക് യു എന്ന് വിളിക്കാം. ഇനി ഓരോ സെക്കൻഡിലും ഇൻക്രീസ് ചെയ്യുന്ന വേഗതയെ എ എന്നും വിളിക്കാം. ഇനി അവരിവിടെ ഡിസ്റ്റൻസുമായി ബന്ധപ്പെട്ടൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്? യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർന്ന് ഒരു ഇക്വേഷൻ തന്നിട്ടുമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ ഈ പ്രോബ്ലത്തിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട്, എന്ത് കൊടുത്തിട്ടുണ്ട്? അതായത് 2 സെക്കൻഡിൽ അത് എത്ര മീറ്റർ പോകും? 10 മീറ്റർ. അപ്പോൾ ഡിസ്റ്റൻസ് 10 മീറ്റർ കിട്ടുന്നു. എപ്പോഴാണ്? ഇത് ടൈം എന്ന് പറയുന്നത് 2 സെക്കൻഡ് ആകുമ്പോൾ, ദാറ്റ് ഈസ് യു ഇൻറ്റു ടൈമിൻ്റെ അവിടെ 2 എടുത്തു പ്ലസ് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു ടിയുടെ അവിടെ വീണ്ടും നമ്മൾ 2 കൊടുത്തു, 2 സ്ക്വയർ. അതായത് ടൈം ഇൻ 2 സെക്കൻഡ്സ് എന്ന് വെച്ചാൽ ടൈമിൻ്റെ അവിടെ നമ്മൾ 2 കൊടുക്കുന്നു. അപ്പോൾ ഇത് ഇക്വേഷൻ എങ്ങനെ മാറണം? 10 ഈസ് ഈക്വൽ ടു 2u പ്ലസ് ഈ ഒരു 2ഉം ഈ ഒരു 2ഉം കട്ടായി പോകുമല്ലോ. 2 2s are 4/2 2 വരും. അപ്പോൾ ആൻസർ ഈസ് 2e എന്ന് വരും. ക്ലിയർ അല്ലേ? ഇതിനെ നോക്കുക, എല്ലാ ടൈം ഇതിലും 2 ഉണ്ട്, ഇതിലും 2 ഉണ്ട്, ഇതിലും 2 ഉണ്ടല്ലോ. 2 കൊണ്ട് ഇതിനെ കട്ട് ചെയ്ത് നമുക്ക് ചെറുതാക്കാം. അപ്പോൾ ഇതെന്താവും? 5 ഈക്വൽ ടു യു പ്ലസ് എ എന്നൊരു ഇക്വേഷൻ കിട്ടും. ഇതവിടെ നിൽക്കട്ടെ, ഇക്വേഷൻ നമ്പർ 1 കേട്ടോ. ഓർത്ത് വെച്ച് ഞാൻ ടീച്ചർ ഇവിടെ എവിടെയെങ്കിലും എഴുതിയിട്ട് ബാക്കി മായ്ച്ച് കളയാം. അതായത് യു പ്ലസ് എ ഈക്വൽ ടു 5 എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. അടുത്ത വഴി പറയുന്നത് 4 സെക്കൻഡിൽ അത് എത്ര മീറ്റർ പോകുന്നു? 28 മീറ്റർ. അപ്പോൾ അപ്പോഴും നമ്മൾ അതേ ഇക്വേഷൻ തന്നെ, ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതി. എന്താണ്? യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയറിൽ 4 സെക്കൻഡ് ആകുമ്പോൾ എത്ര ദൂരം പോകുന്നുണ്ട്? 28. സോ ഡിസ്റ്റൻസിൻ്റെ അവിടെ 28 കൊടുത്തു, ടൈമിൻ്റെ അവിടെ നമ്മൾ 4. 4 ഇൻറ്റു യു പ്ലസ് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു 4 സ്ക്വയർ. സോ 28 ഈക്വൽ ടു 4u പ്ലസ് വേണമെങ്കിൽ 16, 4 4s are 16/2 8a എന്ന് വേണേൽ എഴുതാം. എല്ലാ ടൈമിലും ആരുണ്ട്? എല്ലാ ടൈമിലും 4 ഉണ്ടല്ലോ. അപ്പോൾ 4 കൊണ്ട് കട്ട് ചെയ്താൽ ഇത് 7 ഈക്വൽ ടു യു പ്ലസ് 2a. കട്ടിങ് അറിയാമല്ലോടാ പിള്ളേരെ, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിച്ചിട്ടാണ് ടീച്ചർ കട്ട് ചെയ്ത്. എല്ലാത്തിനും ഉണ്ട്. 8 8-നകത്ത് 4 ഉണ്ട്. 4 2s are 8, 4 1s are 4,
4 7s are. അപ്പോൾ ആ ബാക്കി വരുന്ന സംഖ്യ ഇവിടെ എഴുതിയാൽ മതി. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. രണ്ടും കൂടെ എഴുതാമേ. u പ്ലസ് 2a ഈക്വൽ ടു 7. ഇനി നമുക്ക് ക്യാൻസലേഷൻ നമ്മൾ ഇതുവരെ ചെയ്ത മെത്തേഡ് പ്രകാരം ഏതെങ്കിലും ഒരാളെ നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നു. എലിമിനേറ്റ് ചെയ്യുമ്പോൾ യു മൈനസ് ചെയ്താൽ ഇക്വേഷൻ മൈനസ് യു മൈനസ് യു 0 വരും. 2a മൈനസ് എ വരും. a ഈക്വൽ ടു 7 മൈനസ് 5 2. അപ്പോൾ ഓരോ സെക്കൻഡിലും വേഗം കൂടുന്ന എത്ര നിരക്കിലാണ്? 2 മീറ്റർ പെർ സെക്കൻഡ്. എ എന്ന് പറയുന്നത് ഓരോ നിരക്കിലും കൂടുന്ന ആക്സിലറേഷനാണ് കേട്ടോ. അത് എത്ര എന്ന് പറഞ്ഞിട്ട് 2 മീറ്റർ പെർ സെക്കൻഡ്. ഇനി എ കിട്ടിയ വാല്യൂ നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, യുടെ വില കിട്ടും. സോ യു എന്ന് വെച്ചാൽ ഇനീഷ്യൽ വെലോസിറ്റിയാണ്, അതായത് യാത്രയുടെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന വേഗത. ദാറ്റ് ഈസ് യു പ്ലസ് നമ്മൾ എയ്ക്ക് എന്ത് കൊടുക്കുന്നു? 2 എന്ന് കൊടുത്ത ഈക്വൽ, അതായത് ഈ ഇക്വേഷനിലേക്ക് ഞാൻ ഈ 2ൻ്റെ വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇക്വേഷൻ നമ്പർ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ യു പ്ലസ് എയുടെ സ്ഥാനത്ത് 2 എന്ന് കൊടുത്തു. യു പ്ലസ് 2 ഈക്വൽ ടു 5. ദെൻ യു ഈക്വൽ ടു 5 മൈനസ് 2. ദാറ്റ് ഈസ് യു ഇസ് ഈക്വൽ ടു 3 മീറ്റർ പെർ സെക്കൻഡ്. ആ യാത്രയുടെ തുടക്കത്തിലുണ്ടായിരുന്ന വേഗത എന്ന് പറയുന്നത് 3 മീറ്റർ പെർ സെക്കൻഡാണ്. ക്ലിയർ അല്ലേ?